കുടുംബമിത്രങ്ങളെ, ഞാൻ ഇന്നിവിടെ ഒരു ചെറിയ കഥ പറയാം. അതായത് നമ്മുടെ ദേവിയായ മൂകാംബിക ദേവിയെ പറ്റിയാണ് ഞാൻ ഒരു കുട്ടിക്കഥ പറയാൻ പോകുന്നത്. അതായത് ഈ ദക്ഷിണ കർണാടകത്തിലെ കൊല്ലൂർ എന്ന തീർത്ഥഭൂമിയിലുള്ള മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിയായ മഹാദേവി കേരളീയരായ ദേവി ഭക്തർക്ക് മൂകാംബിക എന്ന പദം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പുണ്യഭൂമിയെ കുറിക്കുന്ന പദവും അവിടെ കുടികൊള്ളുന്ന ദേവീ ചൈതന്യത്തെ കുറിക്കുന്ന പദവും ക്ഷേത്രത്തെ കുറിക്കുന്ന പദവുമാണ്. ഈ ക്ഷേത്രത്തെ പറ്റിയും ഈ ദേവിയെ പറ്റിയും ഞാൻ ഒരു ചെറിയ ഉദാഹരണത്തോടെ ഇവിടെ പറയാം. എന്തെന്നാൽ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ മൈസൂരിലുള്ള ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിയെ കേരളത്തിൻ്റെ നന്മയ്ക്കായി കേരളത്തിലേക്ക് ക്ഷണിച്ചു. ഭക്തവത്സലയായ ദേവി ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. ദേവി കേരളത്തിലേക്ക് ഭഗവത് പാദരെ അനുഗമിക്കാൻ തയ്യാറായി. എന്നിട്ട് യാത്ര തിരിക്കുമ്പോൾ താൻ പിന്നാലെ ഉണ്ടാകുമെന്നും യാതൊരു കാരണത്താലും തിരിഞ്ഞു നോക്കാതെ മുന്നോട്ടു പോകണമെന്നും ദേവി അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. അങ്ങനെ കേരളത്തിലെത്തുന്ന ഒരു മൂലമന്ത്രം മനസ്സിൽ ഉറപ്പിച്ച് ജപിച്ചുകൊണ്ട് ആചാര്യസ്വാമികൾ കേരളത്തിലേക്ക് തിരിച്ചു. അദ്ദേഹത്തിന് കേൾക്കത്തക്കവണ്ണം ഈ ദേവിയുടെ കാൽത്തളകൾ കിലുങ്ങുന്ന ശബ്ദം പുറപ്പെട്ടിരുന്നതുകൊണ്ട് ദേവി പിന്തുടരുന്നുണ്ടെന്ന് ആ സ്വാമികൾക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനടുത്തുള്ള ഈ കുടജാദ്രിയിലെത്തിയപ്പോൾ അവിടെ വസിച്ചിരുന്ന മൂകൻ എന്ന അസുരൻ തട്ടകത്തിൽ കടന്നു വന്ന സന്യാസിയെ വധിക്കാനായി ആയുധമുയർത്തിക്കൊണ്ട് ഈ സ്വാമിയുടെ പിന്നിലെത്തി. ആയുധമുയർത്തിയ മൂകാസുരനെ ചാമുണ്ടേശ്വരി തൻ്റെ ശൂലം കൊണ്ട് വധിച്ചു. അതിനായി ഒരു നിമിഷം ദേവിക്ക് നിൽക്കേണ്ടിയും വന്നു. ഈ ദേവിയുടെ കാൽച്ചിലമ്പിൻ്റെ കിലുക്കത്തിൻ്റെ താളത്തിനൊത്ത് സ്വാമികൾ നടത്തിയിരുന്ന മന്ത്രജപം തടസ്സപ്പെട്ടു. അദ്ദേഹം ഈ ദേവിയുടെ നിർദ്ദേശം ഓർക്കാതെ തിരിഞ്ഞു നോക്കിയപ്പോൾ മൂകാസുരൻ്റെ ജഡം ശൂലത്തിൽ കോർത്തു നിൽക്കുന്ന മഹാദേവിയെ പ്രത്യക്ഷമായി കണ്ടു. കരാർ ലംഘിച്ചതുകൊണ്ട് ഇനി മുന്നോട്ട് ഇല്ലെന്നും അവിടെ തന്നെ കുടികൊള്ളുകയാണെന്നും ദേവി ആ സ്വാമികളെ അറിയിക്കുകയും ചെയ്തു. കേരളത്തെ അനുഗ്രഹിക്കാനായി കേരളത്തിലേക്ക് നോക്കി ഇരിക്കാമെന്നും അവിടെ ഇരുന്ന് കേരളത്തിൻ്റെ വിദ്യാദേവതയായി വർത്തിക്കാമെന്നും ദേവി ആചാര്യസ്വാമികളെ അറിയിക്കുകയും ചെയ്തു. താൻ തിരിഞ്ഞു നോക്കാനിടയായത് ദേവീഹിതമാണെന്നറിഞ്ഞ സ്വാമികൾ ദേവിയെ അടുത്തു കണ്ട ശിവലിംഗാകൃതിയിലുള്ള ശക്ഷണശിലയിൽ താൻ ജപിച്ചിരുന്ന മൂലമന്ത്രം കൊണ്ട് പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠ കഴിഞ്ഞ് അടുത്തുണ്ടായിരുന്ന ഒരു ശിലാസ്തകത്തിലിരുന്ന് മൂലമന്ത്രം കൊണ്ട് സ്വാമികൾ ദേവിയെ ആരാധിക്കുകയും ചെയ്തു. സ്വാമികൾ ഇരുന്ന ശിലാഫലകം ഇപ്പോഴും ക്ഷേത്രത്തിനുള്ളിൽ കാണാം. പ്രതിഷ്ഠ കഴിഞ്ഞ ഉടൻ കേരളത്തിൽ നിന്ന് ഒരു യോഗി അവിടെ എത്തി ദേവിയെ പൂജിച്ചു എന്നും കേരളത്തിൻ്റെ വിദ്യാദേവതയായി ദേവി എപ്പോഴും അവിടെ ഉണ്ടാകുമെന്നും വിദ്യാവ്യസനികളായ കേരളീയർ എന്നും അവിടെ ഉണ്ടാകുമെന്നും കേരളീയരായ ആരും ദർശനത്തിനെത്താത്ത ദിവസമുണ്ടായാൽ അന്ന് ദേവി കേരളത്തിൽ എത്തുമെന്നും യോഗി പ്രവചിച്ചു എന്നാണ് കഥ. ഈ കേരളീയരായ ഭക്തർ എത്തിച്ചേരാത്ത ദിവസം ഉണ്ടാകാത്തതുകൊണ്ട് ദേവി അവിടെ ഇരുന്ന് കേരളത്തെ അനുഗ്രഹിക്കുന്നു. മൂകാസുരനെ വധിച്ചതുകൊണ്ട് മൂകാംബിക എന്ന ദേവിക്ക് പേരുണ്ടായി. മൂകാസുരവധം മൂകാസുരന് 2 തരത്തിൽ അനുഗ്രഹവുമായി.
ഒന്ന്, ശിവനെ നിന്ദിക്കാൻ വേണ്ടി ദക്ഷൻ മറ്റെല്ലാ ദേവന്മാരെയും അദ്ദേഹം നടത്തുന്ന യാഗത്തിന് ക്ഷണിച്ചു വരുത്തി ആദരിച്ചു. ശ്രീ പരമേശ്വരനെയും അദ്ദേഹത്തിൻ്റെ പത്നിയും ദക്ഷൻ്റെ പുത്രിയുമായ സതീദേവിയെയും മാത്രം ക്ഷണിച്ചതുമില്ല. അപ്പോൾ അച്ഛൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കാനും അവിടെ എത്തിയിട്ടുള്ള തൻ്റെ സഹോദരിമാരെയും ബന്ധുക്കളെയും കാണാനുമുള്ള ആഗ്രഹം കൊണ്ട് ഈ സീതാദേവി ഭർത്താവിനെ കൂടാതെ യാഗശാലയിൽ എത്തി. ക്ഷണിക്കാതെ ചെന്നെത്തിയ പുത്രിയെ ദക്ഷൻ അധിക്ഷേപിച്ചു. കൂടാതെ ശ്രീ പരമേശ്വരനെ നിന്ദിക്കുകയും ചെയ്തു. അപമാനിതയായ സതീദേവി യാഗാഗ്നിയിൽ ശരീരം ഉപേക്ഷിച്ചു. ഇതറിഞ്ഞ് കോപിച്ച് ശ്രീ പരമേശ്വരൻ തൻ്റെ ജടകളിൽ ഒന്ന് പറിച്ചെടുത്ത് നിലത്തടിച്ചു. അതിൽ നിന്ന് വീരഭദ്രൻ എന്ന ശക്തനായ യോദ്ധാവും ഉണ്ടായി. ദക്ഷയാഗം മുടക്കാൻ വീരഭദ്രനെ ഭഗവാൻ നിയോഗിച്ചു. അങ്ങനെ ഭൂതഗണങ്ങളോടൊപ്പം യാഗശാലയിൽ എത്തിയ വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസ്സ് മുറിച്ചെടുത്ത് അഗ്നിയിൽ ഹോമിച്ചു. ദക്ഷൻ്റെ ക്ഷണപ്രകാരം അവിടെ എത്തിയിരുന്ന യജ്ഞാചാര്യന്മാരായ മുനിമാരെ പലതരത്തിൽ അംഗഭംഗം വരുത്തുകയും പലരെയും വധിക്കുകയും ചെയ്തു. ദേവന്മാരെ പലതരത്തിൽ നിന്ദിച്ചു. അവിടെ ദക്ഷൻ മാത്രമായിരുന്നു ശിക്ഷാർഹൻ. പ്രജാപതിയായ ദക്ഷൻ്റെ ക്ഷണമനുസരിച്ച് എത്തിയവരും ആജ്ഞ അനുസരിച്ചവരും നിരപരാധികളാണ്. ഈ നിരപരാധികളായ ഞങ്ങളെ നിന്ദിച്ച നീ മൂകനും രാക്ഷസനെ പോലെ പെരുമാറിയതിനാൽ രാക്ഷസനുമായി തീരട്ടെ എന്ന് ആ മുനിമാർ വീരഭദ്രനെ ശപിക്കുകയും ചെയ്തു. തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ മാപ്പു പറഞ്ഞ വീരഭദ്രന് പരാശക്തി നിനക്ക് സ്വന്തം രൂപവും ഭാഷണശക്തിയും ദേവിയെ സദാ സേവിക്കാനുള്ള അനുഗ്രഹവും തരും എന്ന് അവർ ശാപമോക്ഷവും കൊടുത്തു. വീരഭദ്രൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ വിഷ്ണു ഭഗവാൻ തൻ്റെ വാഹനമായ ഗരുഡനോട് മൂകനെ സഹായിക്കാൻ നിർദ്ദേശിച്ചു. ഈ മൂകനും ചലനശക്തിയില്ലാത്തവനുമായി ജനിച്ച വീരഭദ്രനെ ഗരുഡൻ കുടജാദ്രിയിൽ എത്തിച്ചു. സുപർണനായ ഗരുഡൻ മൂകന് മഹാദേവിയുടെ മൂലമന്ത്രം ഉപദേശിച്ചു. മഹാമേരു പർവ്വതത്തിൻ്റെ ശ്രീചക്രാകൃതിയിലുള്ള ഒരു ശിഖരം അടർത്തിയെടുത്ത് കുടജാദ്രിയുടെ താഴ്വാരത്ത് പ്രതിഷ്ഠിച്ച് അതിനെ മാനസ പൂജാക്രമത്തിൽ പൂജിക്കാൻ ഗരുഡൻ മൂകനെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മേരുചക്രത്തിൽ അഭിഷേകം നടത്താൻ മൂകന് കഴിവില്ലാത്തതുകൊണ്ട് ഗരുഡൻ സ്വർഗഗംഗയുടെ കാരുണ്യത്തിനപേക്ഷിച്ചു. ദേവി ഒരു നീർച്ചാലായി കുടജാദ്രിയിൽ ഉത്ഭവിച്ച് മേരുശൃംഗത്തെ വലം വെച്ച് ഒഴുകി പെരുകി. അതാണ് സൗപർണിക തീർത്ഥമായി ഇപ്പോഴും ശ്രീചക്രത്തെ സദാ അഭിഷേകിക്കുന്നു. ഗംഗാപ്രവാഹത്തിൽ മുഴുകിയ മേരു ശൃംഗത്തെ ഭൂമിദേവി മുത്തുകൊണ്ടു മറച്ചു. ചക്രത്തിൻ്റെ ബിന്ദുസ്ഥാനം ശിവലിംഗ രൂപത്തിൽ ഉയർന്നു നിന്നു. മേരുചക്രത്തിൻ്റെ ശൃംഗത്തിൽ ശിവസമേതം വിരാജിക്കുന്ന മഹേശ്വരിയെ നിരാഹാരനായി ഏകാഗ്രചിത്തനായി മൂകൻ ആരാധിച്ചു. ശങ്കരാചാര്യരെ വധിക്കാൻ ആയുധമുയർത്തിയ മൂകാസുരന് ദേവിയുടെ ശൂലാഘാതമേറ്റതോടെ പഴയ രൂപവും ഭാഷണശക്തിയും തിരിച്ചു കിട്ടി. ദേവിയുടെ പരിചാരകനും അംഗരക്ഷകനുമായി ആചാര്യസ്വാമികൾ വീരഭദ്രനെ ദേവിയുടെ പീഠത്തിനടുത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തുന്നവർ വീരഭദ്രനെ ദർശിച്ച് അനുവാദം വാങ്ങിയ ശേഷം ദേവിയെ ദർശിക്കണമെന്നാണ് ക്ഷേത്ര ആചാരം. മൂകാസുരന് മോചനവും വാക്കും കൊടുത്ത് വീരഭദ്രനാക്കിയതിനാൽ ദേവിക്ക് മൂകാംബിക എന്ന്
പേരും ലഭിച്ചു. ആ സുമേരു ശൃംഗത്തെയാണ് മൂകാംബിക ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത്. ഭക്തർക്ക് കണ്ടു വന്ദിക്കാനുള്ള സൗകര്യത്തിനായി ചതുർബാഹുവായ ഒരു അലങ്കാര വിഗ്രഹത്തെ മൂലവിഗ്രഹത്തിനു പിന്നിലായി ആചാര്യസ്വാമികൾ പ്രതിഷ്ഠിച്ചു. പൂജ ശ്രീചക്രബിന്ദുവായ ശിവലിംഗത്തിലാണ്. ആ ശിവലിംഗത്തിൽ ശിവശക്തികളുടെ ഐക്യരൂപത്തിൽ മൂകാംബിക ലോകാനുഗ്രഹദാത്രിയായി വിളങ്ങുന്നു. ശിവലിംഗത്തിൻ്റെ മുകൾ ഭാഗത്ത് ലിംഗാഗ്രത്തെ രണ്ടായി പകുക്കുന്ന ഒരു സുവർണ രേഖയുണ്ട്. രേഖയുടെ ഇടതുഭാഗം വലതുഭാഗം താരതമ്യേന ചെറുതുമാണ്. ശിവശക്തികളിൽ ശക്തിയാണ് പ്രാധാന്യം. കൂടുതലെന്ന് ഈ രേഖ സൂചിപ്പിക്കുന്നു. ഇടതുഭാഗം മഹാലക്ഷ്മി, മഹാഗൗരി, മഹാസരസ്വതി എന്നീ ദേവിമാരുടെ ഐക്യം രൂപം പൂണ്ട പരാശക്തിയും വലതുഭാഗം പരബ്രഹ്മസ്വരൂപമായ സദാശിവനുമാണ്. ഏകാഗ്രചിത്തനായി മേരുചക്രത്തെ വളരെ കാലം പൂജിച്ചപ്പോൾ ദേവി വീരഭദ്രനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവീ ദർശനം ലഭിച്ചതോടെ വീരഭദ്രൻ്റെ കർമ്മദോഷങ്ങളും പാപങ്ങളും എല്ലാം നശിച്ചു. ജ്ഞാനപ്രകാശം ഉള്ളിലുണർന്നപ്പോൾ അംഗവൈകല്യങ്ങൾ ഇല്ലാതെയായി. മൂകത നശിച്ചു. മൂകനായിരുന്ന ഭക്തൻ അതിമനോഹരമായ അനേകം ശ്ലോകങ്ങൾ കൊണ്ട് ദേവിയെ സ്തുതിച്ചു. ഈ ശ്ലോകങ്ങൾ ചൊല്ലിത്തീർന്നപ്പോൾ വീരഭദ്രന് പൂർവ്വരൂപവും ശക്തിപ്രഭാവങ്ങളും ഉണ്ടായി. അങ്ങനെ ദേവിയുടെ അംഗരക്ഷകൻ എന്ന പദവി ലഭിച്ച വീരഭദ്രൻ്റെ പ്രതിഷ്ഠ ശ്രീ ചക്രബിന്ദു രൂപമായ മൂലവിഗ്രഹത്തിനടുത്തായി ക്ഷേത്രത്തിൽ കാണുകയും ചെയ്യാം. ഈ ഐതിഹ്യത്തിൽ ശ്രീ ചക്രപ്രതിഷ്ഠ നടത്തുന്നത് സുപർണനായ ഗരുഡനാണ്. ആചാര്യസ്വാമികൾ അലങ്കാര വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചത്. തൻ്റെ ഭാരത പര്യടനത്തിനിടയിൽ മൂകാംബികയിലെത്തിയ ശങ്കരാചാര്യർ മൂലവിഗ്രഹത്തിനടുത്തുണ്ടായിരുന്ന ഒരു പാറയിലിരുന്ന് ദേവിയെ ആരാധിച്ചിരുന്നു. ശങ്കരപീഠമായി ആ സ്ഥലം ഇപ്പോഴും സംരക്ഷിതമാണ്. ആചാര്യസ്വാമികൾ കുടജാദ്രിയിലെ ഒരു ഗുഹയിലും കുറച്ചുനാൾ തപസ് ചെയ്തിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. മൂകന്മാരായവർ ദേവീകാരുണ്യം കൊണ്ട് സംഭാഷണ ചതുരരും ഗാഹകരും കവികളുമായ നിരവധി സംഭവങ്ങളുമുണ്ട്. ഈ ശങ്കരാചാര്യസ്വാമികൾ സൗന്ദര്യലഹരിയിൽ ഈ കാര്യം വ്യക്തമാക്കുന്നുമുണ്ട്. കാളിദാസൻ, മൂകകവി തുടങ്ങി പ്രശസ്തരായ പലരും ദേവീപ്രസാദം കൊണ്ട് കവിത ശക്തി നേടിയവരാണ്. അതുകൊണ്ട് നാം ഇന്നും ആ മൂകാംബിക, അമ്മേ മൂകാംബികയെ ശരണം ശരണം അമ്മേ എന്ന് പറഞ്ഞ് ആ മൂകാംബിക ദേവിയെ നാം ഇന്നും മനസ്സിൽ ധ്യാനിച്ച് ആ മൂകാംബിക ദേവിയുടെ അനുഗ്രഹം നാം എപ്പോഴും വാങ്ങേണ്ടത് നമ്മുടെ ഒരു കടമയും കൂടിയാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ചെറിയ ഒരു കഥ ഇവിടെ നിർത്തുന്നു.